നാരായൺ ശർമ്മ അഭിജിത്ത് മുഹൂർത്തത്തിലാണ് പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുക. അത് സെക്കൻഡുകളുടെ ദൈർഘ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ മുഹൂർത്തത്തിന്റെ പ്രത്യേകത എന്താണ്? അത് സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന മുഹൂർത്തം. രാജ്യം എത്രയോ വർഷങ്ങളായെങ്കിൽ അങ്ങനെ കാത്തിരിക്കുന്ന ഒരു വലിയ ചടങ്ങ് ആ സെക്കൻഡുകളിലേക്ക് മാത്രം ചുരുങ്ങുന്നത് ഒരു ഒരാഴ്ചയായുള്ള ചടങ്ങുകളുടെ ഇന്ന് വളരെ കുറഞ്ഞ ചടങ്ങുകളേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ പ്രാധാന്യം എന്താണ് ശ്രീ നാരായൺ ശർമ്മ? ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ കാര്യം. നമ്മുടെ സൂര്യനെ കേന്ദ്രമാക്കിക്കൊണ്ട് നവഗ്രഹങ്ങൾ, ആ നവഗ്രഹങ്ങളുടെ ശരിയായ പൊസിഷനിൽ, സ്ഥാനങ്ങളിൽ അവ ഉറച്ചു നിൽക്കുമ്പോഴാണ് ശുഭമുഹൂർത്തം എന്ന് പറയുന്നത്. ചില ഗ്രഹങ്ങൾ ചില പ്രത്യേക സ്ഥലത്ത് നിൽക്കുമ്പോൾ എന്തു ചെയ്താലും അത് ശുഭോദർക്കമാവുകയില്ല, ദോഷകരമാവുകയും ചെയ്യും. അത്തരത്തിൽ ഈ നവഗ്രഹങ്ങൾ ഓരോ പ്രത്യേക സ്ഥാനങ്ങളിൽ കൂടിച്ചേരുന്ന സമയത്താണ്. അതെല്ലാ ദിവസവും ഒന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ തന്നെ നമ്മൾ ഉത്തരായന കാലത്ത് മാത്രമേ ഇതുപോലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ, പ്രതിഷ്ഠ തുടങ്ങിയ കർമ്മങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് നിയമമുണ്ട്. അതുകൊണ്ടാണ് ഈ മകരവിളക്കിന് ശേഷം, മകരം 1-ന് ശേഷമാണ് ഉത്തരായണം ആരംഭിക്കുന്നത്. അതിനുശേഷമുള്ള 6 മാസക്കാലം മാത്രമേ നമ്മുടെ ക്ഷേത്രങ്ങളിലും ഒക്കെയുള്ള ഈ പ്രതിഷ്ഠകളും നവീകരണങ്ങളും നടക്കാറുള്ളൂ. അത് കഴിഞ്ഞാൽ ഇതിന് സ്ഥാനമില്ല, മുഹൂർത്തമില്ല. ഈ അഭിജിത്ത് മുഹൂർത്തം വെച്ചാൽ മധ്യാഹ്നത്തിന് ശേഷം, മധ്യാഹ്നം ഉച്ച 12 മണിയാണ്. അതിന് ശേഷം വരുന്ന 1 മണിക്കൂറിനുള്ളിൽ വരുന്ന ചില പ്രത്യേക നിമിഷങ്ങൾ, അതിന് നാഴികയും വിനാഴികയും ഒക്കെ കണക്കാക്കും. ഇന്നത്തെ അതിൻ്റെ സ്ഥിതി എനിക്ക് ശരിക്കും അറിയില്ല. ഞാനൊരു ജ്യോതിഷ പണ്ഡിതനല്ല എന്നുകൂടെ ആദ്യമായി സൂചിപ്പിക്കട്ടെ. അപ്പോൾ അത്തരത്തിൽ ഒരു പ്രത്യേക ഈ 12-നും 1-നും ഇടയ്ക്ക് വരുന്ന ഈ നമ്മുടെ നവഗ്രഹങ്ങളിൽ പ്രധാന ഗ്രഹങ്ങൾ ചില ശുഭ സ്ഥാനങ്ങളിലെത്തുന്നതാണ് ഈ അഭിജിത്ത് മുഹൂർത്തം. നമ്മുടെ വിവാഹങ്ങളിൽ പോലും ഈ അഭിജിത്ത് മുഹൂർത്തം തിരഞ്ഞെടുക്കാറുണ്ട്. അത്തരമുള്ള അഭിജിത്ത് മുഹൂർത്തത്തിൽ ഏത് കാര്യം ചെയ്താലും അതിന് വളരെ ശുഭോദർക്കമായ ഫലമുണ്ടാവും, അത് മംഗളകരമായി തീരും എന്നാണ് പറയുന്നത്. ഇന്നത് ഈ 1-2 ഏതാനും നിമിഷങ്ങൾ, സെക്കൻഡുകൾ, വിനാഴിക എന്നാണ് ജ്യോതിഷ ഭാഷയിൽ അത് പറയുന്നത്. നാഴികയും വിനാഴികയും. 24 മിനിറ്റാണ് ഒരു നാഴിക. 24 മിനിറ്റ് ചേർന്നാൽ ഒരു നാഴികയാണ്. 2.5 നാഴിക ചേർന്നാലാണ് 1 മണിക്കൂറാവുന്നത്. 2.5 നാഴിക. അങ്ങനെയുള്ള ആ നാഴിക കണക്ക് കൂട്ടി ഏതാനും വിനാഴിക, 60 വിനാഴിക ചേർന്നാൽ 1 നാഴികയാവും. നമ്മുടെ ഈ സെക്കൻഡ് പോലെ തന്നെ. അങ്ങനെയുള്ള ഏതാനും കുറഞ്ഞ വിനാഴികയാണ് ഈ മുഹൂർത്തം. അതിനു മുൻപും പിൻപും നിരവധി ചടങ്ങുകൾ, ആ ക്ഷേത്രത്തിന് ആ വിഗ്രഹത്തിന് ചൈതന്യം പകരത്തക്ക വിധത്തിലുള്ള താന്ത്രിക ചടങ്ങുകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇതാ വിഗ്രഹത്തിൽ, ആ നാളത്തിൽ, വിഗ്രഹത്തിൻ്റെ പീഠത്തിലുള്ള നാളം, ആ ദ്വാരത്തിനാണ് നാളം എന്ന് പറയുന്നത്. അതിലേക്ക് ഈ വിഗ്രഹം ഇറക്കി വയ്ക്കുന്ന ആ സമയം, അത് പ്രതിഷ്ഠിച്ചതിന് ശേഷം ബ്രഹ്മകലശമാടുക എന്ന ഏറ്റവും പ്രധാന ചടങ്ങ്. ആ കലശമാടുമ്പോഴാണ് ആ ക്ഷേത്രത്തിന് ചൈതന്യം ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അതിന് കേവലം നിമിഷങ്ങളേ ഉള്ളൂ. അതിനു മുമ്പ് ഇതൊക്കെ തയ്യാറാക്കി വയ്ക്കുകയും അതിന് പശ്ചാത്തലമൊരുക്കുകയും മാത്രമാണ് ചെയ്യുന്നത്. 12:20 ഇന്ന് 12:29 കഴിഞ്ഞ് എത്രയോ വിനാഴിക കഴിഞ്ഞ് 12:30-ക്ക് ശേഷം ആകപ്പാടെ ഒരു 10-30 വിനാഴിക, സെക്കൻഡുകൾക്കുള്ളിൽ ഈ പ്രതിഷ്ഠാകർമ്മം, ആ പ്രതിഷ്ഠ എന്നുള്ള ആ ചടങ്ങ് നിർവഹിക്കപ്പെടും. പക്ഷേ മൊത്തത്തിലുള്ള ചടങ്ങുകൾ മണിക്കൂറുകളും ദിവസങ്ങളും നീണ്ടു നിൽക്കുന്നതാണ്. ശരി.